എല്ലാവർക്കും ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ സംഗീതാത്മകമായി ഈ കോക്ടെയിൽ തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഒരു പാട്ടാണ്. യഥാർത്ഥത്തിൽ പാട്ടല്ല, ഒരു ദേശഭക്തി ഗാനം. ഈ പാട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായും ദേശഭക്തി കൊണ്ട് പുളയും. സമ്മതി ദേ ഭഗവാൻ ईश्वर अल्लाह तेरे नाम सबको सम्मति मंदिर मस्जिद तेरे नाम सबको सम्मति दे भगवान राम राम जय राजा राम 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 जय सीताराम राम राम जय राजा राम 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 जय सीताराम ईश्वर अल्लाह तेरे नाम सबको सम्मति दे भगवान ईश्वर अल्लाह तेरे नाम सबको सम्मति दे भगवान. ദോഷം പറയരുത്, നന്നായിട്ട് പാടുകയൊക്കെ ചെയ്തു. ഇപ്പോഴും ഗാന്ധിജിയെ മറക്കാത്ത കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അദ്ദേഹം തന്നെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സന്ദേശം കൊടുത്ത ദേശഭക്തി ഗാനമാണ് എളിയവനായ ഞാനിവിടെ സമർപ്പിച്ചത്. നന്ദി, കടപ്പാട് സർവർക്കും ഭാരവാഹികൾക്കും എല്ലാ വിശിഷ്ട നേതാക്കന്മാർക്കും വ്യക്തികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി, കടപ്പാട് ഇവിടെ സമർപ്പിക്കും. അപ്പോൾ ഇനി പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് മലമറിക്കാനുള്ള പരിപാടിയിലാണ് BJP എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടെ അവിടെ ജയിക്കാൻ പോകുന്നത് BJP ആണെന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞോ എന്നറിയില്ല. ഇതാ കേട്ടോളൂ. ഏപ്രിൽ മാസം 12-ാം തീയതി കഴിഞ്ഞാൽ മലയാളം മണ്ണിൽ ഒരു ചർച്ചാ വിഷയമാകാൻ പോകുന്നു മലപ്പുറത്തെ BJPയുടെ അതിശക്തമായ മുന്നേറ്റം. മലപ്പുറത്ത് BJPയുടെ ഇപ്പോഴത്തെ പ്രധാന ജോലി എന്താണെന്നറിയാമോ? മറ്റു മുന്നണികളുടെ രഹസ്യങ്ങൾ ചോർത്തുക എന്നതാണത്. മലപ്പുറത്തെ മുക്കിലും മൂലയിലും എല്ലാ അങ്ങാടികളിലും BJP ചാരന്മാരെ നിർത്തിയിട്ടുണ്ടത്രേ. അങ്ങനെ AN രാധാകൃഷ്ണനെ പോലെയുള്ളവർ പല രഹസ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ രാജഗോപാലേട്ടനും കണ്ടെത്തി ചില രഹസ്യങ്ങൾ. ഇവിടെ കുഞ്ഞാലിക്കുട്ടിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച അവസരത്തില് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അങ്ങനെ ഓടി പാണക്കാട് ശ്രീ തങ്ങളെ കണ്ടിട്ട് അഭ്യർത്ഥിക്കായിരുന്നു, ദയവായിട്ട് ചെയ്യരുത്, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കരുത്. ഈ UDF എന്നുള്ള സംവിധാനം ഇവിടെ നിലനിൽക്കുന്നതില് പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് ഈ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം ഇല്ലെങ്കിൽ വലിയ അപകടമാണ്. ഈ മുന്നണിക്ക് നിലനിന്ന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കാരി പിടിച്ച് അപേക്ഷിക്കാൻ വേണ്ടി വന്നു. ഏതായാലും ശരി, അദ്ദേഹം അനുവാദം കൊടുത്തു. ഇപ്പോഴേതായാലും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി UDFന്റെ ഉമ്മൻചാണ്ടിയുടെ ആൾക്കാര് ആർക്ക് വോട്ട് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ശരി, കാര്യങ്ങള് പ്രത്യക്ഷത്തിൽ പുറത്ത് കാണുന്ന പോലെയല്ല, അടിയൊഴുക്കുകൾ പലതും സംഭവിക്കുന്നുണ്ട്. ദില്ലിയിൽ പോയാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അനുഭവിക്കാൻ പോകുന്ന പ്രശ്നത്തെപ്പറ്റി രാജേട്ടൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തില്ല എന്ന് വേണ്ട. ഈ രണ്ട് മുന്നണിക്കാരും കേരളത്തിൽ തമ്മിലടിക്കുന്ന UDFും LDFും ഡൽഹിയിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവർക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്നത് അസംബ്ലിയിൽ, പാർലമെന്റില്, ലോകസഭയില് ഒന്നിച്ചു നിന്ന് ബഹളം കൂട്ടി കൂക്കുവിളി നടത്താം എന്നുള്ളതൊഴിച്ച് മറ്റൊരു വികസനത്തിനും കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ജയിച്ചു പോകുന്ന രാജേട്ടന്റെ പാർട്ടിക്കാർ പാർലമെന്റിൽ കാട്ടുന്ന തൊന്തരവൊന്നും കുഞ്ഞാലിക്കുട്ടി സാഹിബ് കാണിക്കാൻ സാധ്യതയില്ല. ഉപകാരമില്ലേലും ഇത്രയും ഉപദ്രവം ഉണ്ടാവുകയില്ല. പണിയെടുക്കാത്ത പോലീസുകാരെ കൊണ്ട് നട്ടം തിരിയുന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴും ചില നല്ല കാര്യങ്ങളും നമ്മുടെ പോലീസുകാർ ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടി പോലീസുകാരെ കൊണ്ട് ഹെൽമറ്റ് വെക്കാത്തവരെ നല്ല പാഠം പഠിപ്പിക്കുകയാണ് പോലീസ്. ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ നമ്മുടെ റോഡിൽ ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കും, ഹെൽമെറ്റ് ഇല്ലെങ്കിൽ തല ഓംലെറ്റ് ആവും. കാണിച്ചു കൊടുക്കുക, ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുക. പോയ വാരത്തെ തമാശ കാഴ്ചകൾ തുടങ്ങുന്നത് മലപ്പുറത്ത് വെച്ചാണല്ലോ. ദില്ലിയിലേക്ക് വിമാനം കയറാനുള്ള പൂതിയുമായി നടക്കുന്ന കുഞ്ഞാപ്പ ആദ്യമേ മലപ്പുറത്ത് അംഗം കുറിച്ച് റെഡിയായി നിൽപ്പാണ്.
എല്ലാവർക്കും മുൻപേ പത്രികയും നൽകി മണ്ഡലത്തിലൂടെ പാച്ചിലും തുടങ്ങി. എന്തുകൊണ്ടാണ് കുഞ്ഞാപ്പയ്ക്ക് ഇപ്പോൾ ദില്ലിയിൽ പോകാനുള്ള ഇത്ര വലിയ പൂതി ഉണ്ടായതെന്ന് പിടികിട്ടിയിട്ടില്ല. ഇവിടുത്തെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കളഞ്ഞിട്ടാണ് അങ്ങ് ദില്ലിയിൽ മോദിജിയുടെ രാക്ഷസൻ കോട്ടയിലേക്ക് കുഞ്ഞാപ്പ പോകാൻ ആഗ്രഹിക്കുന്നത്. ദില്ലിയിൽ എന്തിരിക്കുന്നു ആവും. എന്തായാലും കുഞ്ഞാപ്പയുടെ കൽബിൽ മുഴുവൻ ദില്ലിയുടെ കിനാവാണ്. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. എല്ലാ UDF നേതാക്കളുടെയും സാന്നിധ്യത്തിൽ കഴിഞ്ഞു. ഇവിടെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായ ഒരു ഐക്യവും അതുപോലെ തന്നെ ജനാധിപത്യ നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും UDF-ന്റെ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് അതൊക്കെ നമ്മൾ വന്നിട്ട് ഭൂരിപക്ഷത്തിന് മോശമൊന്നും ഉണ്ടാവില്ല. അത്ര പറഞ്ഞു. കുഞ്ഞാപ്പ ഇങ്ങനെ നാട്ടിലെ സ്ഥാവര ജംഗമങ്ങളൊക്കെ ഉപേക്ഷിച്ച് ദില്ലിയിലേക്ക് പറക്കാൻ മോഹിക്കുന്നതിന്റെ ഗുട്ടൻസ് കോടിയേരിക്ക് മനസ്സിലായിട്ടുണ്ട്. UDF ത്രയങ്ങളായ കുഞ്ഞുഞ്ഞ്, കുഞ്ഞാലി, കുഞ്ഞുമാണി സഖ്യം മൂന്ന് വഴിക്ക് കെട്ടുകെട്ടുന്നതിന്റെ സൂചനയാണത്രേ ഇത്. ഇവിടെ കഴിഞ്ഞ UDF ഭരണം അത് നിയന്ത്രിച്ചിരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. ഉമ്മൻചാണ്ടി, KM മാണി, കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാപ്പ, ഈ 3 പേരായിരുന്നു. 3 കൂകളായിരുന്നു ഇവിടെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. അതിൽ LDF-ന് അധികാരം കിട്ടിയപ്പോൾ തന്നെ 3 കൂവിൽ 1 കൂ പോയി. കുഞ്ഞുമാണി UDF വിട്ടില്ല. അങ്ങനെ ആ കൂ അങ്ങനെയും പോയി. ഞാൻ പോകണേ. മറ്റൊരു കൂ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഇതിനിവിടെ വലിയ ആയുസില്ല, അതുകൊണ്ട് ഞാനിനി അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് എവിടെ പോകാൻ? അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് സ്ഥിതി മനസ്സിലാക്കാൻ പോകുന്നത്. അവിടെ എത്തുമോ എന്നുള്ളത് വേറെ കാര്യം. അത് മലപ്പുറത്തെ ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. അവിടെ എത്താൻ പോകുന്നില്ല. കേരളത്തിലെ UDF ശിഥിലമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആദ്യത്തെ നേതാവാണ് മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി. ഇവിടുത്തെ സൗകര്യങ്ങൾ കളഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ദില്ലിയിലേക്ക് നാടുവിടാൻ മോഹിക്കുന്നതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. എന്നാലും സാഹിബ് എന്തോ ചില പ്ലാനും പദ്ധതികളും മനസ്സിൽ കണ്ടിട്ടുണ്ട്. മോദിജിയെ തറ പറ്റിക്കുകയാണ് പ്രധാന ലക്ഷ്യം. എനിക്ക് നല്ലപോലെ അറിയാം, അവിടെ ചെന്ന് നാളെ ഒരു പട്ടുമെത്തയിൽ കിടക്കാനല്ല പോകുന്നത്, മുൾമുനയിലൂടെ നടക്കാനാണ് പോകുന്നതെന്ന് അറിയാം. ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ അത് സാരമില്ല. ഇപ്പോൾ കുഞ്ഞാപ്പ പോണം എന്ന് തങ്ങൾ പറഞ്ഞാൽ ഞാൻ പോയിരിക്കും, യാതൊരു സംശയവും. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും എന്നാണ്. അത് ചെന്നതിന് ശേഷം വിമർശകർക്ക് കാണാം. കണ്ണനും തന്നാലായത് അത്രേ ഉള്ളൂ. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും. അല്ലാതെ ഞാൻ അവിടെ എത്തിയതിൻ്റെ പിറ്റേന്ന് നരേന്ദ്രമോദിയെയും കൊണ്ട് ഇങ്ങോട്ട് പോരും എന്നൊന്നും ഞാൻ പറയില്ല. LDF-ഉം UDF-ഉം ഇങ്ങനെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് സന്തോഷവദനരായി പ്രചാരണമൊക്കെ ആരംഭിച്ചപ്പോൾ NDA ക്യാമ്പിൽ സംഗതി കുറച്ച് പ്രശ്നമാണ്. NDA എന്നൊക്കെ പേരേ ഉള്ളൂ. BJP എന്ന് പറയുന്നതാവും ശരി. പിന്നെ എന്തോ കണ്ട് മോഹിച്ച് BJP-യുടെ പിറകെ പോയ BDJS എന്ന പാർട്ടി ഉണ്ടല്ലോ. മുന്നണിയിൽ ചേർത്ത അന്ന് മുതലേ ഇപ്പറഞ്ഞ BDJS-ന് NDA-യുടെ തൊഴുത്തിലാണല്ലോ സ്ഥാനം. ഇപ്പോൾ തൊഴുത്തിൽ പോലും കയറ്റാത്ത സ്ഥിതിയായി. മലപ്പുറത്ത് BDJS-നോടൊരു അക്ഷരം പോലും പറയാതെ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെയാണ് വെള്ളാപ്പള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ആരണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് നമ്മുടെ കൃഷ്ണദാസൊക്കെ പറയുന്നു. അത് ഒരാളുടെ വിളിച്ചു ചോദിക്കുകയല്ലത്. അതിൻ്റെ ഘടകകക്ഷിപ്പെട്ട എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സ്ഥാനാർത്ഥി നിർത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുക എന്ന ആ സാമാന്യ മര്യാദ അവർ കാണിച്ചില്ല. അത് ഈ മര്യാദ ഏട് കാണിക്കാൻ ഇപ്പൊ തുടങ്ങുകയല്ല. മലപ്പുറത്ത് BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് തോൽക്കാനാണെന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് വെള്ളാപ്പള്ളിക്കുണ്ട്. എന്നിട്ടും തോൽക്കാനുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വാക്ക് തങ്ങളോട് ചോദിച്ചില്ലല്ലോ എന്നാണ് വെള്ളാപ്പള്ളിയുടെ പരാതി. ഒരു കാരണവശാലും ഭരിക്കാനുള്ള സാധ്യത BJP-ക്ക് ഇല്ല എന്ന ഒരു വർത്തമാനകാല സത്യം നിലനിൽക്കുമ്പോൾ ഇതൊരു അഹങ്കാരത്തോടുകൂടി തോക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഈ സ്ഥാനാർത്ഥികളെ ജയിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. BDJS ഇതേവരെ തള്ളി പറഞ്ഞിട്ടില്ല. BDJS-ന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാരും തള്ളി പറഞ്ഞിട്ടില്ല. അല്ല, വെള്ളാപ്പള്ളി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ട്. സ്വതന്ത്രമായ അഭിപ്രായം എപ്പോഴും വെച്ച് പുലർത്തുന്നയാളാണ്. അദ്ദേഹം പറയാറുണ്ട്. ഇവരുടെ മനസ്സറിയാൻ പാഴൂർ പടിയുന്നവരെ പോകേണ്ടതില്ല. പാവപ്പെട്ട ഞങ്ങളെ കുട്ടികളവരെ മറക്കരുത്, പിന്നോക്കക്കാരെയും പട്ടികജാതിക്കാരെയും. അദ്ദേഹം ഉറപ്പും പറഞ്ഞു പോയതാണ്. പിണങ്ങിപ്പോയ മാണി സാറിനോട് മടങ്ങി വരാൻ ആവശ്യപ്പെട്ട് കരയുന്ന കോൺഗ്രസ്സുകാരെയും പോയ വാരം നമ്മൾ കണ്ടു. പിണങ്ങിപ്പോയതിൻ്റെ പരിഭവമൊന്നും ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കില്ലത്രേ. K മുരളീധരൻജിയും ചെന്നിത്തലാജിയും ഒക്കെ മാണി സാറിനെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. അല്ലെന്നേ, അത് ഇപ്പോഴേ പറയേണ്ട കാര്യം. ഞങ്ങൾ ഒരു കാര്യം ഞാൻ പറയുള്ളൂ. UDF-നോട് അന്ധമായ എതിർപ്പില്ല, അന്ധമായ വിരോധമില്ല. ഞങ്ങളിപ്പോൾ സ്വതന്ത്രമായൊരു നിലപാടെടുത്തിരിക്കുന്നു. ഞങ്ങളെടുത്തിരിക്കുന്ന നിലപാട് ശരിയാണെന്നാണ്
തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസമാണ്. കുഞ്ഞാപ്പയെ സഹായിക്കാൻ മാണി സാർ തലേക്കെട്ടും കെട്ടി വരുന്നതും കണ്ട് പാവം കോൺഗ്രസ്സുകാർ തെറ്റിദ്ധരിച്ചു പോയതാണ്. പക്ഷേ കോൺഗ്രസിന് തൽക്കാലം പാല് കൊടുക്കാനില്ലെന്നും അവർക്ക് ക്ഷീണമാകാമെന്നും മാണി സാർ വെട്ടിത്തുറന്നു പറഞ്ഞു. ഞാൻ ഒരു കാര്യം വ്യക്തമാക്കിയല്ലോ, മലപ്പുറം തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൊടുത്തിട്ടുള്ള പിന്തുണ UDF കൊടുത്തിട്ടുള്ള പിന്തുണയല്ല. അരനൂറ്റാണ്ടുകാലമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും തമ്മിൽ നിലനിൽക്കുന്ന സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസിൻ്റെ വ്യക്തിപരമായ പിന്തുണയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കൊടുത്തിരിക്കുന്നത്. അത് UDF പിന്തുണയാണ്. ഇപ്പോൾ തിരിച്ചു വിളിച്ചാൽ അങ്ങനെ പോകാൻ മാണി സാറിന് വട്ടൊന്നുമില്ല. അല്ലെങ്കിലും തിരിച്ചു വിളിക്കാത്തതിൻ്റെ പ്രശ്നമൊന്നും അല്ലല്ലോ. എന്തൊക്കെ ചെയ്ത്താണ് പാവം മാണി സാറിനോട് കോൺഗ്രസ്സുകാർ ചെയ്തത്? അതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? വിട്ടു പോന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞങ്ങൾ വീട് വിട്ടിറങ്ങുമ്പോൾ ഒരു മകൻ വീട് വിട്ടിറങ്ങുമ്പോൾ ദുഃഖഭാരത്തോടു കൂടിയാണ് പോകുന്നത്. പക്ഷേ വീട്ടിൽ കലഹമാണ്, അവിടെ നമുക്ക് പറ്റില്ല, നമ്മൾ വേറെ പോവുക എന്ന് പറഞ്ഞ് ഒരു മകൻ വീട് വിട്ട് പോകുന്ന ദുഃഖഭാരത്തോടെയാണ് പോകുന്നത്, ശപിച്ചിട്ടല്ല എന്ന് പറയുകയുണ്ടായി. യൂത്ത് കോൺഗ്രസ്സുകാരിൽ ഉള്ളതിൽ വെച്ച് നല്ല ഒരു പയ്യനായിരുന്നു നമ്മുടെ CR മഹേഷ്. ആ പയ്യനെ എല്ലാവരും ചേർന്ന് പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിച്ചിരിക്കുന്ന കാര്യവും നമ്മൾ കണ്ടല്ലോ. നേതൃത്വത്തെ ചോദ്യം ചെയ്ത കുറ്റത്തിലാണ് ഈ പാവം പയ്യനെ ചവിട്ടി പുറത്താക്കിയത്. ഇതിനു മുമ്പും ശക്തമായ നിലപാടുകൾ എടുക്കുകയും അഭിപ്രായം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിന് ഇതിലും വലുത് ഈ രാജ്യത്ത് ഇനി എന്തു വരാൻ? കോൺഗ്രസ് തിരുത്തലുകൾക്ക് തയ്യാറാവണം. കോൺഗ്രസ് പ്രസ്ഥാനം നവീകരിക്കണം. ഈ സ്ഥിരം ശൈലിയിൽ കോൺഗ്രസിന് പോകാൻ പാടില്ല, മുമ്പോട്ട് പോകാൻ പാടില്ല. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ സ്വത്വം നഷ്ടപ്പെട്ടിട്ട് മുഖം വികൃതമാക്കി ചീഞ്ഞളഞ്ഞ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ എന്നുള്ള അമിതമായ ആഗ്രഹങ്ങളൊന്നും ഇല്ല. അല്ലേലും ഉള്ളതുപോലെ പറയുന്നവരെ കോൺഗ്രസ്സുകാരനെന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അല്പം കുരുട്ട് വർത്തമാനം പറയാൻ പഠിച്ചാലേ നിൽക്കാൻ പറ്റൂ. അത് ഈ പാവം മഹേഷിന് അറിയാതെ പോയി. പണ്ട് രാമചന്ദ്രൻ മാസ്റ്റർ കരഞ്ഞ് കരഞ്ഞ് കോൺഗ്രസ് വിട്ട കഥ ഓർമ്മയില്ലേ? അതുപോലെ തന്നെയാണ് മഹേഷിൻ്റെയും അവസ്ഥ. രാഷ്ട്രീയ രംഗത്തുനിന്ന് മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് രക്ഷപ്പെടണം, കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചു വരണം. പക്ഷേ ഇതൊരു മധുരമായ ഒരു പ്രതികാരമായി, ഒരു ശക്തമായ ഒരു പ്രതിഷേധമായി ജീവനുള്ള കാലത്തോളം കോൺഗ്രസ് മാനസികാവസ്ഥയുള്ള ആൾ തന്നെയായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ മാനസികാവസ്ഥ തൽക്കാലം രാഷ്ട്രീയ രംഗത്ത് നിന്നും എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ്. അത് തന്നെ രാഷ്ട്രീയ രംഗത്തുനിന്ന് മാറും എന്ന് പറയുമ്പോൾ കൊടുത്തില്ല, ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ ഒഴിയുമല്ലോ. പിന്നെ ഇനിയിപ്പോൾ കൊടുത്താലും അവർ ഇപ്പം എന്നെ പുറത്താക്കണം എന്നും പറഞ്ഞ് ചില ആളുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നെ ആരും വരട്ടെന്ന് പറഞ്ഞ് നമ്മളെ ഇനി ആരെ എന്ത് വരട്ടെ.